ഹലോ മൈ ഡിയേഴ്സ്, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ മോഡൽ ഓക്സിലറി വെർബിനെ കുറിച്ചാവാം നമ്മുടെ ഡിസ്കഷൻ എന്ന് വിചാരിച്ചു. ആ യൂസേജ് നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം. ആദ്യം ഞാൻ കഥ പറയാം. വേനലവധിയൊക്കെ ആയതുകൊണ്ട് രണ്ട് സുഹൃത്തുക്കൾ ഒരു ടൂറ് പോകാൻ ഉദ്ദേശിച്ചു. അവരുടെ വാഹനത്തിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ തൊട്ടു മുമ്പിൽ ബൈക്കിൽ ഒരു കപ്പിൾ യാത്ര ചെയ്യുന്നുണ്ട്. കുറച്ചധികം ദൂരം പോയി. അൺഫോർച്ചുനേറ്റ്ലി ആ ബൈക്കിലുള്ള കപ്പിൾ ആക്സിഡൻറ്റിൽ പെട്ടു. പക്ഷേ ഇവരവിടെ നിർത്തിയില്ല. ഇവർ നിർത്താതെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരുന്നു. ആ ദിവസം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം വന്നു. അടുത്ത ദിവസം അവർ ന്യൂസ് കേട്ടു, പത്രം വായിച്ചു. അപ്പോൾ ആ ന്യൂസിൽ ഒരു വാർത്ത കാണാനിടയായി. അത് മറ്റൊന്നുമായിരുന്നില്ല, അഥവാ ഇന്നലെ അവരുടെ മുന്നിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ആ കപ്പിൾ ആക്സിഡൻറ്റിൽ പെട്ടതായിരുന്നു ആ വാർത്ത. അവർ മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. സാങ്കല്പിക കഥയാണ്. ഏതായാലും ആ വാർത്ത വായിച്ചതിന് ശേഷം, വാർത്ത കണ്ടതിന് ശേഷം സുഹൃത്തുക്കൾ പരസ്പരം തമ്മിൽ പറയുകയാണ്, നമ്മുടെ വാഹനം അവരുടെ നിർത്തണമായിരുന്നു അല്ലേ, എന്നിട്ട് നാം അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. ഇതാണ് കഥ. ഒരു സാങ്കല്പിക കഥയാണ്, നേരത്തെ സൂചിപ്പിച്ചല്ലോ. നമ്മുടെ വാഹനം അവിടെ നിർത്തണമായിരുന്നു, നമുക്ക് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. ഈ രണ്ട് സെൻറ്റൻസുകൾ ഈ കഥയിൽ നിന്ന് നാം എടുക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇനിയുള്ള ചർച്ച. ആ സെൻറ്റൻസുകൾ എങ്ങനെ പറയാം, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇത് അഡ്വാൻസ്ഡ് ലെവൽ മോഡൽ ഓക്സിലറി വെർബാണ്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള യൂസേജ് എങ്ങനെയാണ്, ഇതിന് ഏത് രൂപത്തിൽ ഉപയോഗിക്കാം, ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ചർച്ചാ വിഷയം. ഈ ക്ലാസ് കഴിയുന്നതോടുകൂടെ തീർച്ചയായും ആ മോഡൽ ഓക്സിലറി വെർബിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കും. പറഞ്ഞു വരുന്ന മോഡൽ ഓക്സിലറി വെർബ് ഷുഡ് ഹാവ് എന്നുള്ളതാണ്. ഷുഡ് ഹാവ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കഥയുടെ അവസാന ഭാഗത്ത് പറഞ്ഞു വെച്ച രണ്ട് സെൻറ്റൻസുകൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മുടെ വാഹനം നമുക്കവിടെ നിർത്തണമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വി ഷുഡ് ഹാവ് സ്റ്റോപ്ഡ് അവർ വെഹിക്കിൾ ദർ. അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. അതെങ്ങനെ പറയാം? വി ഷുഡ് ഹാവ് ടേക്കൺ ദം ടു ദ ഹോസ്പിറ്റൽ അല്ലേ? ഈ കഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഈ രണ്ട് സെൻറ്റൻസുകൾ, ഇതുപോലത്തെ ഒരുപാട് സെൻറ്റൻസുകൾ നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഈ സെൻറ്റൻസുകളുടെ ഫിലോസഫിയിലേക്കോ തിയറിയിലേക്കോ പ്രിൻസിപ്പിൾസിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല. ഈ കഥ മാത്രം മനസ്സിൽ വെക്കുക. എന്നിട്ട് ഇത്തരം സെൻറ്റൻസുകൾ നാം നമ്മുടെ കോൺവെർസേഷൻസിൽ ഉപയോഗിക്കുന്നതാണ്. ആ സെൻറ്റൻസുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഈ ഉദാഹരണത്തിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കുന്നതാണ്. ആദ്യം ഈ ഉദാഹരണങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം സബ്ജക്റ്റ് നമുക്ക് പറയണം. ഇപ്പം ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഐ എന്ന് പറയണം. ഞങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സെൻറ്റൻസ് ആണെങ്കിൽ വി എന്ന് പറയണം. അവർ എന്നാണെങ്കിൽ ദേ എന്ന് പറയണം. അതിൻ്റെ ശേഷം ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നു. ഈ ഷുഡ് ഹാവിൻ്റെ ശേഷം തേർഡ് ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കേണ്ടത്. തേർഡ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഗോ, വെൻറ്റ്, ഗോൺ. ഗോൺ ഈസ് ദ തേർഡ് ഫോം ഓഫ് ദ വെർബ്. റൈറ്റ്, റോഡ്, റിട്ടൺ. റിട്ടൺ ഈസ് ദ തേർഡ് ഫോം ഓഫ് ദ വെർബ്. ടേക്ക്, took, taken. Taken is the third form of the verb. അപ്പോൾ ഈ തേർഡ് ഫോം ഓഫ് ദ വെർബാണ് ഷുഡ് ഹാവ് എന്നതിൻ്റെ ശേഷം നാം ഉപയോഗിക്കുന്നത്. നമുക്ക് സെൻറ്റൻസ് കിട്ടി. നോക്കൂ, നിങ്ങൾ ആ കഥയുടെ അവസാനം പറഞ്ഞ രണ്ട് സെൻറ്റൻസുകളിലേക്ക് ഒന്നുകൂടി പോവുകയാണെങ്കിൽ, നാം അവിടെ നമ്മുടെ വണ്ടി നിർത്തണമായിരുന്നു, അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമായിരുന്നു, ഞാനത് ചെയ്യണമായിരുന്നു അല്ലേ, ഞാൻ വരണമായിരുന്നു. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ നാം ഒരുപാട് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. ആ സെൻറ്റൻസുകളെ കൃത്യമായി പെർഫെക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറിയാണ് ഷുഡ് ഹാവ് എന്നുള്ളത്. ഓക്കെ, പക്ഷേ അതിന് പകരം, ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നതിന് പകരം നാം ചിലപ്പോൾ വി ഷുഡ് സ്റ്റോപ്പ് അവർ വെഹിക്കിൾ ദർ ആൻഡ് വി ഷുഡ് ടേക്ക് ദം ടു ദ ഹോസ്പിറ്റൽ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നതിന് പകരം വെറും ഷുഡ് മാത്രം ഉപയോഗിച്ച്. അങ്ങനെ ഉപയോഗിച്ചാലും നമ്മുടെ ഓഡിയൻസിന് കാര്യം മനസ്സിലാകുമെങ്കിലും ഷുഡ് മാത്രം ഉപയോഗിച്ചത് കൊണ്ട് നാം ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഒരു പെർഫെക്റ്റ് രൂപത്തിൽ ആകുന്നില്ല. അത് ആവണമെങ്കിൽ ഷുഡ് ഹാവ് തന്നെ ഉപയോഗിക്കണം. അതാണ് ഞാൻ പറഞ്ഞ ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള
ഓക്സിലറി വെർബാണ് ഷുഡ് ഹാവ് എന്നുള്ളത്. അപ്പോൾ ഈ ഷുഡ് ഹാവ് എന്നതിൻ്റെ നെഗറ്റീവ് ഫോം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. അതിന് മറ്റൊരു കോണ്ടെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം നാം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നല്ലോണം ഫുഡ് കഴിക്കുന്നു, സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു. പിറ്റേന്ന് രാവിലെ നല്ല വയറിന് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അപ്പോൾ നാം ചിലപ്പോൾ നമ്മോട് തന്നെ പറയും, ചിലപ്പോൾ നമ്മുടെ പേരൻസിനോട് പറയും, ഞാൻ ആ സ്പൈസി ഫുഡ് കഴിക്കണ്ടായിരുന്നു. റൈറ്റ്, ഞാൻ ആ സ്പൈസി ഫുഡ് കഴിക്കണ്ടായിരുന്നു. അതെങ്ങനെ പറയാം? ഈ ഷുഡ് ഹാവ് എന്നുള്ളതിൻ്റെ നെഗറ്റീവാണ് ഷുഡ് നോട്ട് ഹാവ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ഷുഡ് നോട്ട് ഹാവ് കൊണ്ട് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം. ഐ ഷുഡ് നോട്ട് ഹാവ് ഈറ്റൺ ദാറ്റ് സ്പൈസി ഫുഡ് ലാസ്റ്റ് നൈറ്റ്. ഞാൻ ഇന്നലെ രാത്രി സ്പൈസി ഫുഡ് കഴിക്കണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്തൊരു കോണ്ടെക്സ്റ്റും കൂടി ഷുഡ് നോട്ട് ഹാവിന് വേണ്ടി നമുക്ക് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കോണ്ടെക്സ്റ്റ് ഇതാണ്. നാം നമ്മുടെ എൽഡേഴ്സിനോട് അല്ലെങ്കിൽ പേരൻസിനോട്, അൺഫോർച്ചുനേറ്റ്ലി ടീച്ചേഴ്സിനോട് ഒന്ന് കയർത്ത് സംസാരിക്കുന്നു. അതിൻ്റെ ശേഷം പിന്നീട് നമുക്കൊരു ആ ഒരു സന്ദർഭത്തെക്കുറിച്ചൊരു വിഷമം തോന്നുന്നു. എന്നിട്ട് നാം നമ്മോട് തന്നെ പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുന്നു, ഞാൻ അവരോട് ആ രൂപത്തിൽ സംസാരിക്കണ്ടായിരുന്നു. അതെങ്ങനെ പറയാം? ഐ ഷുഡ് നോട്ട് ഹാവ് സ്പോക്കൺ ടു ദം ഇൻ ദാറ്റ് മാനർ. ഞാൻ അവരോട് ആ രൂപത്തിൽ സംസാരിക്കണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ നമുക്ക് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാനത് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യണ്ടായിരുന്നു. ചെയ്യണമായിരുന്നു എന്നാണെങ്കിൽ ഷുഡ് ഹാവും, ഞാനത് ചെയ്യണ്ടായിരുന്നു എന്നാണെങ്കിൽ ഷുഡ് നോട്ട് ഹാവും ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ തുടക്കത്തിലൊരു കഥ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചത്. ആ കഥയും ഓർമ്മ വേണം, കഥയുടെ അവസാനം പറഞ്ഞ 2 സെൻറ്റൻസുകളും ഓർമ്മ വേണം. അതുപോലത്തെ ഒരുപാട് സെൻറ്റൻസുകൾ നാം ഉപയോഗിക്കുന്നതാണ്. ആ സെൻറ്റൻസുകൾ എങ്ങനെ പറയുക എന്ന് ഈ ഷുഡ് ഹാവ് വെച്ച് നിങ്ങളത് ഉണ്ടാക്കി നോക്കുകയും വേണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് it will be helpful for you, enhance your English speaking skills as well. So I can't wait to see you in the next video. Bye.